റബ്ബ് നമുക്ക് നൽകുന്ന എല്ലാ പ്രയാസങ്ങളും നമ്മളെ തകർക്കാനുള്ളതല്ല. റബ്ബ് നമുക്കെന്തെങ്കിലും ഒരു പരീക്ഷണോ പ്രയാസോ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ അങ്ങോട്ട് തകർത്ത് തരിപ്പണാക്കണമെന്ന് വിചാരിച്ചിട്ടല്ല, മറിച്ച് അതൊരു ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയാവാം. ഒരുപക്ഷെ മനസ്സമാധാനം നമുക്ക് എത്തിച്ചു തരാനാവാം. അതല്ലെങ്കിൽ ആഖിറത്തിൽ റബ്ബിന്റെ കുറെ ചോദ്യങ്ങൾ ഇല്ലാതാക്കാനാവാം. അസുഖം ബാധിച്ച് കിടക്കുന്ന ഒരു മനുഷ്യൻ ചിന്തിക്കേണ്ടത്, എന്റെ വേദനയിലൂടെ പടച്ച റബ്ബന്റെ ഒരുപാട് പാപം പൊറുക്കുന്നുണ്ട്. ആരോഗ്യത്തോടെ ജീവിച്ച് 95-ാമത്തെ വയസ്സിൽ മരിച്ചു പോകുന്നവന് 40-ാമത്തെ വയസ്സിൽ വേദന തിന്ന് ജീവിക്കുന്ന വ്യക്തി ചിന്തിക്കേണ്ടത് 95 വയസ്സ് വരെ ഭാഗ്യവാൻ ആയുസ് കിട്ടിയല്ലോ എന്നതല്ല. 95 കൊല്ലത്തെ കണക്കയാക്ക് പറയേണ്ടി വരും. 40 കൊല്ലത്തെ കണക്കെ പടച്ചോൻ എനിക്ക് നിശ്ചയിച്ചിട്ടുള്ളൂ എങ്കിൽ ഈ 40-ാമത്തെ വയസ്സിൽ അള്ളെന്നെ കൊണ്ടുപോകാനാ തീരുമാനിച്ചതെങ്കിൽ തവക്കൽതു അലല്ലാഹ് എന്ന് ചിന്തിക്കുമ്പോഴേ നിങ്ങൾക്ക് സമാധാനം കിട്ടൂ. റബ്ബിന്റെ കച്ചവടം ലാഭാക്കിയിട്ടില്ലെങ്കിൽ, അവന് ലാഭം കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അർഹതപ്പെട്ടത് റബ്ബിനിക്ക് തന്നിട്ടുള്ളൂ, തന്നതിന്റെ കണക്ക് ഞാൻ എന്റെ റബ്ബിനോട് പറഞ്ഞാൽ മതി. ആളെ പറ്റിച്ചിട്ടും കള്ളപ്പരസ്യം ചെയ്തിട്ടും ഉണ്ടാക്കുന്നതിനേക്കാൾ അള്ളാന്റെ റസൂലുള്ള പറഞ്ഞതുപോലെ പണക്കാരൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന്റെ 40 കൊല്ലം മുൻപ് പാവപ്പെട്ടവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. ഇന്ന് ആൾക്കാരെ മനസ്സങ്ങനെയാ പോവുക. എല്ലാം പൈസക്കാർക്ക്, എല്ലാം പൈസ ഉണ്ടാക്കുന്ന കോടീശ്വരന്മാര്. ചിലർ ആപ്തവാക്യത്തിലൂടെ പറയും, എന്റെ 10 ഉണ്ട് എനിക്ക് 1000 ഉണ്ടാക്കാം, എന്റെ ഒന്നുമില്ല എനിക്കിരുന്ന് വേറെന്തെങ്കിലും ചെയ്യാ എന്ന് പറയുന്നത് നിരാശപ്പെടുത്തുന്ന ആളുകളുണ്ട്. അല്ല, കാരണം നബി തങ്ങൾ ആവർത്തിച്ചോർമ്മപ്പെടുത്തി, ആളുകളെ പറ്റിച്ചിട്ടും വഞ്ചിച്ചുണ്ടാക്കുന്ന 1 കോടിയേക്കാൾ നിന്റെ വേർപ്പിന്റെ തുള്ളി കൊണ്ടുണ്ടാകുന്ന 1 രൂപക്കായിരിക്കും കോടികളുടെ മേലെ വില അള്ളാന്റെ അടുത്ത്. ആ ബോധം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ദുനിയാവിലെ പരീക്ഷണവും നമ്മളെ തകർക്കൂല. അതുകൊണ്ട് ആ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം ചിന്തിച്ചു നോക്കൂ. സ്വന്തം കുടുംബത്തിലെ ജ്യേഷ്ഠന്മാര് തന്നെ അദ്ദേഹത്തിന്റെ ശത്രുവായി. ഒളിഞ്ഞും തെളിഞ്ഞും പല പ്രയാസങ്ങളും യൂസുഫ് നബി അവരെ ഏൽപ്പിച്ചു. അവസാനം പിതാവിനോട് കളവ് പറഞ്ഞ് കിണറ്റിൽ കൊണ്ട് ചുട്ടോ പൊട്ടക്കിണറ്റിലായി. അവിടുന്ന് രക്ഷപ്പെടുത്തപ്പെട്ടതാവട്ടെ അടിമയാക്കിക്കൊണ്ട. ചന്തയിൽ കൊണ്ടുപോയി വിറ്റ അടിമയെ ഒരു യജമാനൻ വാങ്ങുകയും വാങ്ങിക്കൊണ്ടുവന്ന വീട്ടിലും വീണ്ടും പരീക്ഷണം. യജമാനന്റെ ഭാര്യ യൂസുഫ് നബിയെ വശീകരിക്കാൻ ശ്രമം നടത്തുന്നു, വ്യഭിചരിക്കാൻ പ്രേരിപ്പിക്കുന്നു. അവസാനം ആ സ്ത്രീയോട് തിരിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ത്യാഗത്തോടുകൂടി അവിടുന്ന് പുറത്താക്കപ്പെടുകയല്ല, വീണ്ടും ജയിലിലാക്കപ്പെടുന്നു. വർഷങ്ങളോളം ജയിലിൽ നിന്നപ്പോ പിന്നീട് അദ്ദേഹം പുറത്തേക്ക് വരുന്നത് വർഷങ്ങൾക്ക് ശേഷം. അന്ന് ഈജിപ്തിന്റെ ഭക്ഷ്യമന്ത്രിയായിട്ടാ, ഫിനാൻസ് മന്ത്രിയായിക്കൊണ്ടാ. മാസങ്ങൾക്കും വർഷങ്ങൾക്കും ശേഷം തന്നെ ദ്രോഹിച്ച ജ്യേഷ്ഠന്മാരെല്ലാരും ആ നാട്ടിലേക്ക് എത്തുമ്പോ അന്ന് ഈജിപ്തിന്റെ ഭക്ഷ്യ വാണിജ്യ രംഗത്തുള്ള ഭരണാധികാരിയായിരുന്നു യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. നിരന്തരമായി